ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതോടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഏഴര ശനി, കണ്ടകശനി എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ്. ഏഴര ശനിയെയും കണ്ടകശനിയെയും കുറിച്ച് വ്യക്തമായിട്ട് കുറേ ആൾക്കാർക്ക് അറിവില്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഗോചരം കൂടി പറയുന്നുണ്ട്. അതും കുറച്ച് ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ഗ്രഹങ്ങളുടെ അപ്പോഴപ്പോഴുള്ള സഞ്ചാരം അനുസരിച്ച് ഓരോരുത്തർക്കും ഉണ്ടായേക്കാവുന്ന ശുഭവും അശുഭവുമായ സ്ഥിതികളെയാണ് ഗോചരഫലങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങളുടെ രാശി സംക്രമങ്ങളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും രാശിമണ്ഡലത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന ഗ്രഹങ്ങളിൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ മന്ദഗതിക്കാരൻ എന്ന് പറയുന്നത് മന്ദൻ എന്ന് പേര് പറയുന്ന ശനിയാണ്. ഈ ശനിഗ്രഹം ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സഞ്ചരിച്ച് മാറാൻ ഏകദേശം 2.5 വർഷം എടുക്കുന്നു. രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ ഒരു രാശി കടക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 വർഷമാണ് എടുക്കുന്നത്. ഇനി മറ്റുള്ള ഗ്രഹങ്ങൾ ഇതിൽ നിന്നും വളരെ കുറച്ച് സമയമേ ഒരു രാശി മാറ്റത്തിന് എടുക്കുന്നുള്ളൂ. പ്രധാനമായിട്ട് പറയുമ്പോൾ കുജന് ചൊവ്വയ്ക്ക് രാശി മാറാൻ 1.5 മാസത്തിനുള്ളിലുള്ള സമയം മതിയാകും. ആദിത്യൻ, അതായത് രവി, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾക്കും ഇതിലും കുറച്ച് സമയം മാത്രമാണ് ആവശ്യമുള്ളത്. രാഹുകേതുക്കൾക്ക് ശരാശരി 1.5 വർഷമാണ് ഒരു രാശി കടക്കാനുള്ള സമയം. എന്നാൽ ഈ പറഞ്ഞതിൽ രാഹുകേതുക്കളെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഓരോ രാശിയിലും അധിക കാലം സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ അധികകാലം നിലനിന്ന് പോകുന്നത് ശനിയും വ്യാഴവുമാണ്. അതുകൊണ്ട് ഈ ഗോചരഫലങ്ങളിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയുമാണ് പ്രധാനമായിട്ടും ഗോചരഫലങ്ങളിൽ ചെയ്യുമ്പോൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഗോചരഫലം നിശ്ചയിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ലഗ്നമാക്കി കണക്കാക്കിയും കൂടെയാണ്. പിന്നെ ശനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴര ശനി ദോഷവും കണ്ടകശനി ദോഷവും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഏഴര ശനി പറഞ്ഞു വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12ലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും അതിൻ്റെ 2ാമത്തെ രാശിയിലും ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ രാശികളിലും 2.5 വർഷം വീതം 3 രാശികളിലും കൂടി മൊത്തത്തിൽ 7.5 വർഷം ശനി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഏഴര ശനി എന്ന് പറയുന്നത്. ഈ ഏഴര ശനി കാലം പൊതുവെ ജ്യോതിഷപരമായിട്ടും അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നതും കഷ്ടകാലം ആണെന്നാണ്. ഈ 7.5 വർഷത്തിനിടയ്ക്ക് ശനി 12ൽ നിൽക്കുന്നതായ ആദ്യത്തെ 2.5 വർഷക്കാലത്ത് ജാതകന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പ്രധാനമായിട്ടും രോഗാവസ്ഥ, പെട്ടെന്നൊരു രോഗം വന്നുപെടാം, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രീതിയിലോട്ടൊക്കെ പോകാം, അധികമായിട്ട് ആ രീതിയിൽ ചെലവ് വന്നു ചേരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ധനവ്യയം എന്നീ കാര്യങ്ങൾ, കടം മുതലായ ലോണ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. കൂടാതെ മാനസികമായിട്ട് തകർന്നു പോകുന്നൊരവസ്ഥയിലെത്തും. മനസ്സിന് ഒരു സ്വസ്ഥതയും ഇല്ലാത്തൊരു സംഭവമായിട്ട് മാറും. സ്ഥാനചലനവും ഉണ്ടാവും. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥ. അല്ലെങ്കിൽ കർമ്മകാരകൻ കൂടിയാണ് ശനി. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും സ്ഥാനചലനങ്ങൾ ഉണ്ടാവും. ഇനി ജന്മരാശിയിൽ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലാണ് ശനി സഞ്ചരിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവും. പ്രധാനമായിട്ടും ആരോഗ്യപരമായിട്ട് എണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. ശരീരം ശോഷിച്ച് ഇല്ലാതായി വരുന്നൊരവസ്ഥ, ശരീരത്തിൻ്റെ ശോഭ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം. പിന്നെ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും എല്ലാ കാര്യത്തിലും തടസ്സം അല്ലെങ്കിൽ കുഴപ്പങ്ങൾ, വഴക്കുകൾ, കലഹം, നാശം വരെ സംഭവിക്കും. പിന്നൊരു കാര്യം പറയാനുള്ളത് ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കളത്ര ദുരിതം
ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം. കളത്രം എന്ന് പറയുമ്പോൾ ഭാര്യയോ ആവാം, ഭർത്താവും ആവാം. ആ ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരിക്കലും ഈ ഒരു സമയത്ത് ജാതകന് സ്വസ്ഥത കിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഇനി ശനി ജന്മരാശിയിലൂടെ 2-ൽ നിൽക്കുമ്പോൾ സ്വന്തം ജനങ്ങളുമായിട്ട്, സ്വജനങ്ങളുമായിട്ട്, ബന്ധുക്കളുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട് ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കോപം വരികയും കലഹിക്കുകയും വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്യും. അത് വലിയ അപകടങ്ങളിലൊക്കെ വരെ എത്തിക്കാം. ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ, തൊഴിലുകളിൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ പാടെ അങ്ങ് തോൽവി പറ്റുകയും അതുവഴിയും കുറേ ധനനാശം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതോടെ സ്വസ്ഥതയും പോയി കിട്ടും. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകൻ്റെ ജീവിതത്തിൽ സാധാരണയായിട്ട് 3 തവണയെങ്കിലും 7.5 ശനി വന്നു പോകാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ തവണ മിക്കവാറും വളരെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ട ഒരവസ്ഥയിലായിരിക്കും ശനി വന്നു പോകുന്നത്. രണ്ടാമത് വരുമ്പോൾ മിക്കവാറും ജാതകന് വലിയ ദോഷമൊന്നും ചെയ്യാതെ 7.5 ശനി കഴിയും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് രണ്ടാമത്തെ 7.5 ശനി എന്ന് പറയുന്നത് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്നൊരു 7.5 ശനി ആയിരിക്കില്ല. മൂന്നാമത്തെ 7.5 ശനി കാലത്ത് ചിലപ്പോൾ ജാതകൻ ആ സമയത്ത് ഉണ്ടാവുകയില്ല. ജാതകന് മരണം സംഭവിക്കാം. അത്രയും നാൾ ജീവിച്ച് പോകാൻ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ അപൂർവം ആളുകൾ മാത്രമേ മൂന്നാമത്തെ 7.5 ശനിക്ക് അപ്പുറം ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരാളുടെ ജാതകത്തിൽ ഗ്രഹനില മുതൽ, അതിൽ ഗ്രഹനില അനുസരിച്ച് ഫലം പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ 7.5 ശനി കാലമാണോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. ജ്യോതിഷപ്രകാരം ജാതകത്തിലെ ഗ്രഹനിലയും ആ നിലവിലെ ദശാകാലവും അല്ലെങ്കിൽ നിലവിലെ അപഹാരങ്ങളും അനുസരിച്ച് ജാതകന് ഭാഗ്യകാലമാണെങ്കിലും നല്ല കാലമാണ് എന്ന് പറയുമ്പോഴും 7.5 ശനി കൂടെ ഉണ്ടെങ്കിൽ ഈ ഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതോടുകൂടി തന്നെ 7.5 ശനി സംബന്ധമായിട്ടുള്ള ഫലങ്ങളും, അത് നല്ലതും ആവാം ചീത്തയും ആവാം, അനുഭവിക്കേണ്ടിയും കൂടെ വരും എന്നുള്ളതാണ്. ഇനി കണ്ടകശനിയെക്കുറിച്ചാണ് പറയുമ്പോൾ ചന്ദ്രലഗ്നത്തിൽ നിന്നും 4, 7, 10 ഭാവങ്ങളിൽ അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകൻ അല്ലെങ്കിൽ കണ്ടകശനി എന്ന് പറയുന്നത്. ഇത് 7.5 ശനി ചെയ്യുന്ന അത്ര കഷ്ടമല്ല. കണ്ടകശനിയുടെ പ്രധാന ഫലം സ്ഥാനചലനം, അലച്ചിൽ എന്നിവ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സ്ഥാനചലനം എന്ന് പറയുന്നത് നിലവിൽ താമസിക്കുന്നിടത്ത് നിന്ന് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കും. നിലവിലെ ജോലിയിൽ നിന്ന് മാറ്റപ്പെടാം, അല്ലെങ്കിൽ താഴ്ത്തപ്പെടാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം കൂടാതെയും കാരണത്തോടു കൂടിയും സഞ്ചരിക്കുന്ന യാത്രകൾ ഏർപ്പെടുമ്പോൾ ഒരു ഉപയോഗവുമില്ലാതെ പോവുക, വെറുതെ പോയി വരിക എന്നുള്ള രീതിയിലും വരാം. ഇതിൽ 4-ാം സ്ഥാനത്തുള്ള കണ്ടകശനി കാലത്ത് സ്വഗൃഹത്തിൽ നിന്നും മറ്റൊരിടത്തിലേക്ക് പാർക്കേണ്ടി വരും. വീട് നഷ്ടപ്പെട്ടു പോവുകയോ വീട് ഉപേക്ഷിച്ച് പോവുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. കൂടാതെ തന്നെ ആ ഒരു സമയം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. 7-ാം സ്ഥാനത്തുള്ള കണ്ടകശനി കാലത്ത് സ്വന്തം നാട്ടിൽ നിന്നും അന്യനാട്ടിൽ പോകേണ്ടി വരും എന്നുള്ളതാണ്. നല്ലൊരു സൂചനയായിട്ടല്ല അത് എടുക്കേണ്ടത്. സ്വന്തം നാട്ടിൽ നിന്നാലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും, മറ്റൊരു നാട്ടിൽ പോയാലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. 7-ാം സ്ഥാനം ചരരാശിയും കൂടെ ആണെങ്കിൽ ഈ ഫലം തീർച്ചയായും ജാതകൻ അനുഭവിച്ച് തന്നെ ഇരിക്കും. 10-ാം സ്ഥാനത്തിലെ കണ്ടകശനി ഉദ്യോഗ സംബന്ധമായിട്ടോ തൊഴിൽ സംബന്ധമായിട്ടോ ഉള്ള ചലനവും ചിലപ്പോൾ താഴ്ചയോ ഒക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ രീതിയിലാണ് കണ്ടകശനി ഒരു ജാതകനിൽ വന്ന് കാര്യങ്ങൾ ജാതകനിലേക്ക് ചെയ്യുന്ന ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് 7.5 ശനിയും കണ്ടകശനിയും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്രദമായിട്ട് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ ശനീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.